ആ ആത്മകഥയിൽ ശ്രീ KG മാരാർ പറഞ്ഞു, 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും കൂടെ ചേർന്ന് തങ്ങളുടെ വോട്ടുകൾ സൗകര്യം പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൈമാറ്റം ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ദാറ്റ് വാസ് എ ഡീൽ. അതൊരു ഡീലാണ്. ആ ഡീൽ ഞങ്ങൾ പാലിച്ചുവെന്നും കോൺഗ്രസ് പാലിച്ചില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ ഡീൽ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഡീൽ ഉണ്ടായിരുന്നു. ആ ഡീൽ വടകര ബേപ്പൂർ മുതൽ ആത്മകഥാകാലം മുതൽ ഒരു പങ്കവും കൂടാതെ തുടരുന്ന കാഴ്ച ഇപ്പോൾ കേരളം കാണുന്നുണ്ട്. അത്ഭുതമില്ല ഞങ്ങൾക്ക്. കോൺഗ്രസിനും BJPക്കും ഒരു പൊതുശത്രുവുണ്ട്. ആ പൊതുശത്രു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷത്തെ ആശയപരമായി രാഷ്ട്രീയമായി വെറുക്കുന്ന BJPയും കോൺഗ്രസും, ഭയപ്പെടുന്ന BJPയും കോൺഗ്രസും കൈകൾ ഓർത്ത് പിടിച്ചുകൊണ്ട് നടത്തുന്ന ഈ രാഷ്ട്രീയ വഞ്ചനയെ, ജലവഞ്ചനയെ, ഗാന്ധി വഞ്ചനയെ, നെഹ്റു നിന്ദയെ എല്ലാം മൂടിവെക്കാൻ വേണ്ടിയാണ് അവർ പറയുന്ന ഡീലാരോപണം. അതിനെയും ജനങ്ങൾ തള്ളിക്കളയും. ഈ ആരോപണങ്ങളുടെ കഥകൾ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ ജയിക്കാൻ പറ്റുമെന്ന് ഒരുപക്ഷെ കോൺഗ്രസിന് പറഞ്ഞു കൊടുത്തത് കനകോലുവായിരിക്കും. കോൺഗ്രസ് പാർട്ടിക്ക് ഇന്ന് ആചാര്യസ്ഥലത്തുള്ളത് കനകോലുവാണ്. നിങ്ങൾക്ക് ഓർമ്മ കാണും, ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഇലക്ഷൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ബത്തേരിയിൽ, സുൽത്താൻ ബത്തേരിയിൽ വെച്ച് KPCC ഒരു ക്യാമ്പ് നടത്തിയിരുന്നു. ആ ക്യാമ്പിൽ മുഖ്യതാരം കനകോലുവായിരുന്നു. ആരോ പറഞ്ഞു, സോണിയാഗാന്ധിയേക്കാൾ, രാഹുൽ ഗാന്ധിയേക്കാൾ, പ്രിയങ്ക ഗാന്ധിയേക്കാൾ പ്രധാനപ്പെട്ട സ്ഥാനം കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇവരെല്ലാവരും ചേർന്ന് കനകോലുവിനെ അവിടെയെല്ലാം ആഘോഷിച്ചു എന്ന് പറഞ്ഞു കൊടുത്തു. കണ്ടു. ആ കനകോലുവാണ് കോൺഗ്രസിൻ്റെ തന്ത്രം മെനയുന്നത്. ആ തന്ത്രപ്രകാരമായിരിക്കാം ഈ കഥകൾ, ഡീൽ കഥയടക്കമുള്ള കള്ളക്കഥകൾ നിരന്തരം പറയാൻ കോൺഗ്രസ് നേതാക്കന്മാർ മത്സരിക്കുന്നത്. ഒരാൾക്ക് അബദ്ധം ഒരിക്കൽ പറ്റാം. ആ അബദ്ധം പറ്റിക്കഴിഞ്ഞു ശ്രീ സതീശന്. കനകോലുവിൻ്റെ കൂടി ആശയപ്രകാരം നടത്തിയിട്ടുള്ള യാത്രയാണ് പുതുയുഗ യാത്ര. ആ യാത്രയിലാണ് കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യം ദൃഢമായത്. അതാണ് കുറ്റാടിയിൽ പൊട്ടിത്തെറിച്ചത്. അതാണ് സ്നേഹത്തള്ളായി മാറിയത്. അതാണ് സ്നേഹത്തല്ല് എന്നും പലരും വിളിക്കുന്നത്. തള്ളും തല്ലും. ഇത്തരം ഘട്ടങ്ങളിലാണ് മനുഷ്യർ മംഗ്ലീഷിൻ്റെ പ്രാധാന്യം അറിയുന്നത്. മംഗ്ലീഷ് എന്ന് പറയുന്നത് വാക്കുകൾ, മലയാളം വാക്കുകൾ ഇംഗ്ലീഷിലെ ആൽഫബറ്റ്സ് പ്രകാരം നമുക്ക് സ്പെല്ല് ചെയ്യാം. മംഗ്ലീഷ് പ്രകാരം തള്ളെന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? അത് THALLU ആണ്. തള്ള്, മംഗ്ലീഷ്. മംഗ്ലീഷ് പ്രകാരമാണെങ്കിൽ തല്ല് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് എന്താ? അതും THALLU എന്നാ. തള്ളുവാകാം, തല്ലുവാകാം. ഇതൊരു ബുദ്ധിയുള്ളവരാണ്. അതായാലും സ്നേഹത്തള്ള് എന്ന് പേര് വിളിച്ചപ്പോൾ സംഭവിച്ച കാഴ്ച എല്ലാവരും കണ്ടതാണ്. തള്ള് തല്ല് ആയി മാറിയതും കഴുത്തിൽ പിടിച്ചതും ഒരാൾ താഴെ വീണതും എല്ലാവരും കണ്ടതാണ്. ആ തള്ളായും തല്ലായും ഒരുപോലെ വ്യാഖ്യാനിക്കാവുന്ന ഈ വഴി സ്വീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ കൊണ്ട് കനകോലു എല്ലായിടത്തും പ്രസംഗിപ്പിച്ചു. ഞങ്ങൾ ജാഥ താമസിക്കുമ്പോൾ സമാപന വേദിയായ പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ച് എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. കട്ടിക്കുട്ടാൻ വേണ്ടിയായിരിക്കും അദ്ദേഹം പറഞ്ഞു ടീം UDF. കട്ടിയുള്ള വാക്കാണത്. ടീം UDF സജ്ജമാണ്, ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ജാഥ എത്തേണ്ട താമസം ആ വേദിയിൽ വെച്ച് ഞങ്ങളെല്ലാവരെയും പ്രഖ്യാപിക്കും. നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. പ്രഖ്യാപിക്കാൻ അന്നും പറ്റിയില്ല, പിന്നെയും പറ്റിയില്ല.
പത്രികാ സമർപ്പണത്തിൻ്റെ അന്ത്യനാൾ വരെയും കോൺഗ്രസ് പാർട്ടിക്ക് UDF സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനായില്ല. പിന്നെ എങ്ങനെയോ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് വേണമല്ലോ. ഇത് ഒന്നാമത്തെ അബദ്ധമാണ്. ബുദ്ധിയുള്ളവർക്ക് അബദ്ധം ഒരിക്കൽ പറ്റിയാൽ പിന്നെ ആവർത്തിക്കില്ല. പക്ഷെ അതിബുദ്ധിമാനായ അദ്ദേഹം പറയുകയാണ് വീണ്ടും രണ്ടാമത്തെ അബദ്ധം. അതെന്താ? 100-ൽ പരം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം മതിയാക്കും. അദ്ദേഹത്തിൻ്റെ വാക്കാണ്. അവിടെ തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ വനവാസത്തിന് പോകും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം. ഞാൻ ആവർത്തിക്കുന്നു, ലവലേശം ബുദ്ധിയില്ലാത്തവർക്ക് രണ്ടാം വട്ടവും ഈ അബദ്ധം പറയാൻ പറ്റും. കനകോലുവിനെ കാത്തുകൊണ്ടും കേട്ടുകൊണ്ടും ഇതുപോലെ അബദ്ധം പറയുന്ന ഒരവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി താഴ്ന്നു പോകാൻ പാടില്ലായിരുന്നു. പക്ഷെ താഴ്ന്നു പോയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്നേഹപൂർവ്വം പറയുകയാണ്, പ്രതിപക്ഷ നേതാവ് അടിയന്തരമായും കൂടും കുടുക്കയും തയ്യാറാക്കി വെക്കണം. ഭാണ്ഡം കെട്ടിവെക്കണം. ഫലം പ്രഖ്യാപിക്കുമ്പോൾ അദ്ദേഹത്തിന് പറഞ്ഞ വാക്ക് പാലിക്കുമെങ്കിൽ പോകേണ്ടി വരും വനവാസത്തിന്. കേരളത്തിൽ ഇപ്പോൾ വീശുന്ന കാറ്റ് പ്രകാരമാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് ആ പറഞ്ഞ സീറ്റിൻ്റെ അടുത്തുപോലും എത്താൻ പറ്റില്ല. ഇവിടെ ഇപ്പോൾ വീശുന്ന കാറ്റ് LDF അനുകൂലമായ കാറ്റാണ്. ഈ കാറ്റ് നാൾക്കുനാൾ ശക്തിപ്പെടുന്നുണ്ട്. ഈ കാറ്റ് ഉറപ്പായും LDFൻ്റെ മൂന്നാം ഊഴം ഉറപ്പാക്കും. അതാണ് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഒരു വട്ടം പോയിട്ട് മടങ്ങി വന്ന ആൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള റിയൽ കേരള സ്റ്റോറി. ഈ സ്റ്റോറിയെ മാറ്റി എഴുതാൻ വേണ്ടിയാണ് പണ്ടുകാലം മുതലേ ബന്ധുക്കളായിട്ടുള്ള BJPയും കോൺഗ്രസും കൂടെ ചേർന്നുകൊണ്ട് ഈ പറയുന്ന LDF വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ അംഗങ്ങളും പയറ്റാൻ ശ്രമിക്കുന്നത്. ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ആ തീരുമാനം പൂർണ്ണമായിട്ട് പാലിക്കപ്പെടും. അതിനർത്ഥം LDFൻ്റെ മൂന്നാം ഊഴം വരുമെന്നാണ്. എന്നാണ് എനിക്ക് പറയാനുള്ളത്. വഞ്ചകന്മാർ എല്ലാ പാർട്ടിയിലും കാണില്ലേ? അല്ലേ? വഞ്ചകന്മാർ എല്ലാ പാർട്ടിയിലും കാണും, എല്ലാ രംഗത്തും കാണും. എന്തോ? എവിടെ? ഈ രണ്ടുപേരെയും പോലെയാണോ കോൺഗ്രസിലെ ബന്ധങ്ങളെല്ലാം? ആണോ? ആര് പോയാലും നിൽക്കുന്ന ഭാഗത്തു നിന്ന് എന്തിനു വേണ്ടിയാണെങ്കിലും, സ്ഥാനമാനങ്ങളോ പണത്തിനോ പദവിക്കോ എന്തിനു വേണ്ടിയാണെങ്കിലും മറുഭാഗത്തേക്ക് പോയവർ ആരായാലും അവരുടെ പേര് വഞ്ചകന്മാരെന്നാണ്. തീർച്ചയായിട്ടും.